ഒരു സാധാരണ പൗരനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ വികസനം എന്നുള്ളത് അവന്റെ വീട്ടിന് മുമ്പിലുള്ള കാര്യങ്ങളാണ്. അവന്റെ വീട്ടിന് മുമ്പിൽ അതിന്റെ റോഡുണ്ടോ, അതിന് ഇലക്ട്രിസിറ്റി ഉണ്ടോ, ലൈറ്റ് ഉണ്ടോ, അതിനവരുടെ സ്കൂൾ അവിടെ ഉണ്ടോ, അത് PSC അവിടെ നല്ല എനിക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ തന്നെ സാധാരണ പൗരനെ സംബന്ധിച്ചിടത്തോളം വികസനവും മാറ്റങ്ങളും നേട്ടങ്ങളും ഒക്കെ എന്നുള്ളതാണ്. അവൻ രാവിലെ എണീച്ചു വന്നാൽ അവന്റെ കൺമുമ്പിൽ കാണുന്ന അവന്റെ പ്രദേശം, ആ പ്രദേശത്ത് ഉള്ള മാറ്റങ്ങളാണ് ഓരോരുത്തരെയും സ്വാധീനിക്കുക. അപ്പൊ ആ പ്രദേശവുമായി ബന്ധപ്പെട്ടുള്ളവരാണ് നിങ്ങളെല്ലാവരും. അപ്പൊ ആ കാര്യത്തില് അവന്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് നമുക്കൊക്കെ ചെയ്യാനുള്ളത്. പിന്നെ വികസനമൊക്കെ വരുമ്പോൾ നമ്മുടെ മണ്ണിനെയും മനുഷ്യനെയും ഓർക്കണം. മനുഷ്യനെ മറന്നുകൊണ്ടുള്ള വികസനത്തിനൊന്നും നിങ്ങൾ കൂട്ടുനിൽക്കരുത്. വികസനം മനുഷ്യനെ ഓർത്തുകൊണ്ട്, മണ്ണിനെയും ഓർത്തുകൊണ്ട്, അത് പ്രകൃതിയെയും ഓർത്തുകൊണ്ട്, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥകൾക്ക് കോട്ടം തട്ടാത്ത രീതിയിലുള്ള വികസനങ്ങൾ അതിനെ നടപ്പിലെടുത്താനായിരിക്കണം നിങ്ങൾ മുൻതൂക്കം കൊടുക്കേണ്ടത് എന്നുള്ളതുകൂടി സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. നമ്മൾ വികസനത്തിനെതിരല്ല, പക്ഷെ മനുഷ്യരെയും മണ്ണിനെയും ഓർത്തുകൊണ്ടുള്ള വികസനമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ ഉള്ളതെന്താണ്, നാടിനും ഒക്കെ വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അഴിമതി രഹിതമായ ഒരു ഭരണമാണ് നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ. ഇപ്പം നമുക്ക് പറയാം, ഇപ്പോൾ നമ്മൾ ഒരുപാട് നല്ല നല്ല ആൾക്കാരെ ജയിപ്പിച്ചിട്ടുണ്ട്. അവരെയൊക്കെ പരിശോധിക്കുമ്പോൾ, അവരുടെ റെക്കോർഡുകൾ പരിശോധിക്കുമ്പോൾ അവരൊക്കെ അവരുടെ സേവന മേഖലയിൽ അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ച ആ മേഖലയിലൊക്കെ സമ്പൂർണ്ണമായും പെർഫെക്റ്റ് ആയിട്ടുകൊണ്ട് അവർ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അഴിമതി രഹിതമായ ഒരു ഭരണമാണ് മുസ്ലിം ലീഗിന്റെ എല്ലാ ഭരണ മേഖലകളിലും നമുക്ക് ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്.